ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് ഫീലിങ്സിലാണുള്ളത്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു, കറണ്ട് ഫീലിങ്സ്. ഓക്കെ, അവർ എന്താണ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു. കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദി സിറ്റുവേഷൻ എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരുള്ള സാഹചര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എല്ലാ രീതിയിലും തകർന്നു പോകുന്ന പോലെയുള്ള സാഹചര്യത്തിലാണ്, ആ ഒരു ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത്. അവരൊരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാൻ, കോൺവെർസേഷൻ കേട്ടിരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു മിസ് ഫീലിങ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് അതുപോലെ അവർ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങൾക്കും ഇടയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് അതായത് ഇപ്പോൾ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ആയിരിക്കാം, എന്തൊക്കെയോ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. മണി ആയിട്ട് ബന്ധപ്പെട്ടാണെന്നെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട്, ചിലപ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കും. ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പേഴ്സൺ. റിലേഷൻഷിപ്പിനെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവരെന്ത് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറയുമോ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുമോ, ഇത്തരത്തിലുള്ള മറ്റ് ചില കാര്യങ്ങളിൽ അവർ ഓവറായിട്ട് ഫോക്കസ്ഡ് ആവുന്നുണ്ട് എന്നും കാണുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്നവർ ഭയപ്പെടുകയാണ്. കാരണം അവർ ഇനി ഒരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഇനി നിങ്ങളോട് മിണ്ടാൻ വരിക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ലേറ്റായി പോയി, നിങ്ങൾ ഇനി അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് ഡൗട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു കണക്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഫിക്സ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കൂടുതലായിട്ട് അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യമാണുള്ളത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം, ഓപ്പൺ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും അവർ നിങ്ങളോട് വെളിപ്പെടുത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ തികച്ചും വ്യത്യസ്തനായ അല്ലെങ്കിൽ വ്യത്യസ്തയായ ഒരു പേഴ്സണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരുന്നു അവർക്ക് ഇതുവരെയും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളെ കൂടുതലായിട്ട് അവർക്ക് കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ മറ്റ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെ അവർക്ക് മനഃപൂർവ്വമായിട്ട് തന്നെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇനി മുതൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്താണോ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അത് തന്നെ അവർ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. നിങ്ങൾ എത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നവർക്കറിയാം. അത്രയും ഒരു സ്നേഹവും കെയറും അറ്റൻഷനും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാത്തത്, ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ചോയ്സ് എടുക്കാത്തത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവരുടെ ഫീലിങ്സ് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൻഡ് എപ്പോഴും നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ച് കിട്ടണം എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. പകലായിരുന്നാലും രാത്രിയായിരുന്നാലും ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ബെറ്റർ ലൈഫ് ഇതുവരെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ
നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പോലും ആ വ്യക്തിക്ക് കഴിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്, ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വാക്കുകൾ കൊണ്ട് തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചില പ്രവൃത്തികൾ, അതായത് നിങ്ങളെ അവഗണിക്കുക, നിങ്ങളുടെ ചാറ്റിന് റിപ്ലൈ തരാതിരിക്കുക, നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു. അതുപോലെ തന്നെ എസ്പെഷ്യലി നിങ്ങളുടെ ബർത്ത്ഡേക്ക് പോലും ഓരോന്ന് വിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഇതിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ മറന്നു പോയിട്ടുണ്ട്. അവർ നിങ്ങളെ ആ ഒരു സമയത്ത് എല്ലായ്പ്പോഴും വിളിക്കുന്ന പോലെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല. അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത്, ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നേരിട്ട് അവർക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ അവഗണിച്ചതിൻ്റെ ശേഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലൈഫ് ലെസൺസ് കിട്ടി എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ അവർ നേടിയ പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. അവരത്രയും ഫേവറബിൾ ആയിട്ടുള്ള കുറേ വ്യക്തികൾ അവർ വിട്ടിട്ട് പോയി. അങ്ങനെയൊക്കെ കുറേ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആ കർമ്മയുടെ ഫലം എന്ന് പറയുന്ന പോലെയൊക്കെ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അവർക്ക്. അതാണ് ഈ പറയുന്നത്, ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ്. ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളെ ഉപേക്ഷിച്ചാൽ അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കാരണവും നിങ്ങളെ ഉപേക്ഷിച്ചത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറേ തിരിച്ചറിവുകളാണ് വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഒരുപാട് അവസരങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ ഉപേക്ഷിച്ചത് ഒരുപാട് വലിയൊരു തെറ്റായിപ്പോയി എന്നൊക്കെ ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമായിരുന്നു ചില സമയത്ത്, പക്ഷേ ആ സമയത്ത് ഒന്നും തന്നെ അവർ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇനി മറ്റൊന്നിൻ്റെയും പിന്നാലെ അവർ പോകില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടി അവരിപ്പോൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരുപാട് മിസ്റ്റേക്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ഒരേ ഒരു അവസരം അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളടുത്ത്. ഒരു പക്ഷേ ഇനി അവർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും അവർ. ഓക്കെ, അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങളെ ഒളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് കള്ളം പറഞ്ഞ് മാറി നിന്നതൊക്കെ വലിയ തെറ്റായിപ്പോയി എന്നവർ പറയാണ്. നിങ്ങളെ വിട്ട് പോയതാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും വലിയ തെറ്റ് അവർക്ക് സംഭവിച്ചത് എന്നും അവർ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.